സഹാര്യം ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഞാൻ BP പിള്ള. 2020 ജൂൺ മാസം ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിട്ട് പ്രാബല്യത്തിൽ വന്ന ബാങ്കിങ് നിയന്ത്രണ നിയമ ഓർഡിനൻസും 2020 സെപ്റ്റംബർ മാസം പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും ചർച്ച ചെയ്ത് വോട്ടിങ്ങിനിട്ട് തീരുമാനമെടുക്കുകയും പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിക്കുകയും ചെയ്ത ബാങ്കിങ് നിയന്ത്രണ നിയമ ഭേദഗതി, ഇതുമായി ബന്ധപ്പെട്ട ഒരു സംവാദം സഹാര്യം ചാനലിൽ നടക്കുകയാണല്ലോ. ഈ നിയമ ഭേദഗതിയിൽ നമ്മളുടെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളെ എത്രമാത്രം ഇതിലെ വ്യവസ്ഥകൾ ബാധിക്കുന്നു എന്നതാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, 1949 മാർച്ച് 16 ബാങ്കിങ് നിയന്ത്രണ നിയമം ആദ്യമായി ബാങ്കിങ് കമ്പനി നിയമം എന്ന പേരിൽ ഇന്ത്യയിലെ ബാങ്കിങ് കമ്പനികൾക്ക് ബാധകമാക്കി. തുടർന്ന് 1966 മാർച്ച് മാസം 1 സഹകരണ ബാങ്കുകൾക്ക് ബാങ്കിങ് നിയന്ത്രണ നിയമം ബാധകമാകുന്നു. അന്ന് 1966 മാർച്ച് 1 ഈ നിയമം ബാധകമാകുമ്പോൾ നിയമത്തിലെ 3-ാം വകുപ്പിലെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ആ വ്യവസ്ഥ, നത്തിങ് ഇൻ ദിസ് ആക്ട് ഷാൽ അപ്ലൈ ടു എ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, എ കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് and any other cooperative society except in the manner and to the extent specified in Part 5 of this Act. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്ക്, കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ അല്ലെങ്കിൽ ഭൂപണയ ബാങ്കുകൾക്ക്, മറ്റ് സംഘങ്ങൾക്ക് പാർട്ട് 5 വ്യവസ്ഥകൾക്ക് വിധേയമായി. ഇങ്ങനൊരു സംരക്ഷണ കവചം, ഒരു പ്രൊട്ടക്റ്റീവ് ക്ലോസ് സെക്ഷൻ 3 ആ ക്ലോസ് ഈ ഓർഡിനൻസിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ നിയമത്തിലും അതേ രീതിയിൽ നിലനിർത്തിയിരിക്കുകയാണ്. പക്ഷെ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൽ 3-ാമത് പറഞ്ഞ ടു എനി അതർ സൊസൈറ്റി, എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സെപ്റ്റ് ഇൻ ദ മാനർ ആൻഡ് ടു ദി എക്സ്റ്റെൻറ്റ് സ്പെസിഫൈഡ് ഇൻ പാർട്ട് 5 ഓഫ് ദിസ് ആക്ട് അത് ഒഴിവാക്കി. എയിലും ബിയിലും പറയുന്ന പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികൾക്കും പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് അല്ലെങ്കിൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾക്കുമാണ് ഇപ്പോൾ ഈ 3-ാം വകുപ്പ് അനുസരിച്ചുള്ള സംരക്ഷണമുള്ളത്. 2020 ബാങ്കിങ് നിയന്ത്രണ നിയമ ഓർഡിനൻസിലും ബാങ്കിങ് നിയന്ത്രണ നിയമ ഭേദഗതിയിലും ഈ 3-ാം വകുപ്പിൽ വ്യവസ്ഥയിൽ മാറ്റമൊന്നും വരുത്തില്ല, ആ സംരക്ഷണത്തിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷേ അതിനൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഈ ബാങ്കിങ് നിയന്ത്രണ നിയമ ഭേദഗതി നിയമത്തിലെ 3-ാം വകുപ്പിലെ വ്യവസ്ഥ എന്താണ്? അതിൽ പറയുന്നത്, നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട് 1881, ദിസ് ആക്ട് ഷാൽ നോട്ട് അപ്ലൈ ടു എ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി or a cooperative society whose primary object and principal business is providing long-term finance for agricultural development. If such society does not use the word bank, banker, banking as part of its name or part of its business and act as drawee of check. ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് എന്നീ പദങ്ങളിലൊന്നും പേരിനോടൊപ്പം ഉപയോഗിക്കാൻ പാടില്ല. അത് ബിസിനസ്സിൻ്റെ ഭാഗമാകാൻ പാടില്ല. ചെക്കിൻ്റെ ഡ്രോയി ആയി പ്രവർത്തിക്കാൻ പാടില്ല. BR ആക്ടിലെ സെക്ഷൻ 3 നേരത്തെ പറഞ്ഞിരുന്നത് ഷാൽ നോട്ട് അപ്ലൈ ടു എ കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് എന്നാണ്. എ കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക്, പൊങ്കുപണയ ബാങ്ക്,
ആ ഭൂമണെ ബാങ്ക് എന്നത് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുകയാണ്. എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ദ പ്രൈമറി ഓബ്ജക്റ്റ് ആൻഡ് ദ പ്രിൻസിപ്പൽ ബിസിനസ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, BR ആക്ടിൻ്റെ പാർട്ട് 5 നിർവചനങ്ങളുടെ കൂട്ടത്തിൽ നിർവചനം ഒരു 6 ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി കൊടുത്തിരിക്കുന്ന നിർവചനം എന്ന് പറയുന്നത്, എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ദ പ്രൈമറി ഓബ്ജക്റ്റ് ഓർ പ്രിൻസിപ്പൽ ബിസിനസ് ഓറാണ്. അതുപോലെ തന്നെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി അതർ ദാൻ എ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, ദ പ്രൈമറി ഓബ്ജക്റ്റ് ഓർ ദ പ്രിൻസിപ്പൽ ബിസിനസ് ഈസ് ബാങ്കിങ്. അവിടെയും ഓറാണ്. പക്ഷെ ഇവിടെ കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെ കാര്യം വന്നപ്പോൾ ഓറല്ല കൊടുത്തിരിക്കുന്നത്, ആൻഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ നിയമം ഭേദഗതിയിൽ BR ആക്ടിലെ വ്യവസ്ഥകളൊന്നും ഒരു പ്രാഥമിക കാർഷിക വായ്പാ സംഘത്തിനും ഒരു കാർഷിക ഗ്രാമവികസന ബാങ്കിനും ബാധകമല്ല. അതെപ്പോഴാണ് ബാധകമല്ലാതെ വരുന്നത്? ഈ നിബന്ധനകൾ സാക്ഷാത്കരിച്ചാൽ, അതായത് അവ പേരിനോടൊപ്പം ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് എന്നീ വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അവയുടെ ബിസിനസ്സിൻ്റെ ഭാഗമായി ബാങ്കിങ് വരാൻ പാടില്ല. അവ ചെക്കിൻ്റെ ഡ്രോയായി പ്രവർത്തിക്കാനും പാടില്ല. ഈ 3 കണ്ടീഷൻസാണ് കംപ്ലൈ ചെയ്യേണ്ടത്. അതിലിത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇന്ത്യയിലെ പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കുകളോ സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്കുകളോ സേവിങ്സ് ബാങ്ക് നിക്ഷേപം വാങ്ങുന്നില്ല. അവ സ്ഥിര നിക്ഷേപമാണ് വാങ്ങുന്നത്. അത് പബ്ലിക് ഡെപ്പോസിറ്റ് അല്ല, വോട്ടവകാശമുള്ള അംഗങ്ങളുടെ നിക്ഷേപം മാത്രമാണ് കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ വാങ്ങുന്നത്. ഇപ്പം കേരളം പോലെ 2 ടയർ സംവിധാനമുള്ള സംസ്ഥാനങ്ങളിൽ അപ്പെക്സ് ബാങ്കിൽ വ്യക്തികൾക്ക് മെമ്പർഷിപ്പ് ഇല്ല. കേരളത്തിലെ സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ സംസ്ഥാനത്തെ 75 പ്രൈമറി ബാങ്കുകൾക്കാണ്, പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കുകൾക്കാണ് മെമ്പർഷിപ്പ് ഉള്ളത്. സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന് വേണ്ടി പ്രൈമറി ബാങ്കുകൾ അവരുടെ വോട്ടവകാശമുള്ള അംഗങ്ങളിൽ നിന്നും സ്ഥിര നിക്ഷേപം വാങ്ങുന്നു. ആ സ്ഥിര നിക്ഷേപത്തിന് സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെ നിക്ഷേപ രസീത് നൽകും. ഇതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ബാങ്കിങ് അല്ല, അവർ ചെയ്യുന്ന ബാങ്കിങ് അല്ല. ബാങ്കിങ്ങിന് ബാങ്കിങ് നിയന്ത്രണ നിയമത്തിൻ്റെ സെക്ഷൻ 5(b) നിർവചനം കൊടുത്തിട്ടുണ്ട്. അക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് lending or investment, deposits of money from the public, repayable on demand or otherwise, and withdrawable by check, draft, order or otherwise. അന്നേരം പബ്ലിക് ഡെപ്പോസിറ്റ് വാങ്ങണം. പബ്ലിക് ഡെപ്പോസിറ്റ് വാങ്ങുമ്പോഴേ ബാങ്കിങ് ആകുന്നുള്ളൂ. മെമ്പർമാരുടെ നിക്ഷേപം വാങ്ങുന്ന ബാങ്കിങ് അല്ല, ഡിബഞ്ചറുകളുടെ വിഭവം സമാഹരിക്കുന്ന ബാങ്കിങ് അല്ല, ബോണ്ടുകളുടെ വിഭവം സമാഹരിക്കുന്ന ബാങ്കിങ് അല്ല. പബ്ലിക്കിൽ നിന്നും നിക്ഷേപം വാങ്ങുമ്പോഴേ അത് ബാങ്കിങ് ആവുള്ളൂ, പബ്ലിക് ഡെപ്പോസിറ്റ്. അതിലൂടെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ വോട്ടവകാശമുള്ള അംഗങ്ങളിൽ നിന്ന് മാത്രമല്ല, നാമമാത്ര അംഗങ്ങളിൽ നിന്നും നിക്ഷേപം വാങ്ങുന്നുണ്ട്. നോമിനൽ മെമ്പർഷിപ്പ് ചില സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഒരു താലൂക്ക് അല്ലെങ്കിൽ ഒരു ജില്ല മുഴുവൻ നോമിനൽ മെമ്പർഷിപ്പ് നൽകാറുണ്ട്. എ ക്ലാസ് മെമ്പർമാരും നാമമാത്ര അംഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എ ക്ലാസ് മെമ്പർമാരുടെ ഓഹരി പണം 3 വർഷം കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ ഒരു സംഘം സമാപ്തീകരിക്കുന്ന വേളയിൽ ആ സ്ഥാപനത്തിൻ്റെ ബാധ്യതകൾ ആസ്തികളേക്കാൾ കൂടുതലാണെങ്കിൽ, ആസ്തികൾ വിറ്റ് കിട്ടുന്ന തുക കൊണ്ട് ബാധ്യതകൾ മുഴുവൻ നിറവേറ്റാൻ സാധിക്കാതെ വരികയാണെങ്കിൽ എ ക്ലാസ് മെമ്പർമാരുടെ ഷെയർ നഷ്ടപ്പെടും, തിരിച്ചു കിട്ടുക. നോമിനൽ മെമ്പർമാരുടെ ഷെയർ അങ്ങനെയല്ല. ഒരു വ്യക്തി ഒരു നോമിനൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ആ നോമിനൽ മെമ്പർഷിപ്പിന് നൽകുന്ന തുക, ഓഹരി തുക 5 രൂപ അല്ലെങ്കിൽ 10 രൂപ എന്നത് ഇറ്റ് ഈസ് നോൺ റീഫണ്ടബിൾ. അത് തിരിച്ചു കിട്ടുന്നതല്ല, അപ്പോഴേ അത് നഷ്ടപ്പെട്ടു. മാത്രമല്ല, അവർ മെമ്പർമാർ ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരെന്ന് പറയാൻ പറ്റിയല്ല. അവർക്ക് ലാഭത്തിന് അർഹതയില്ല, അവർക്ക് വോട്ടവകാശമില്ല, അവർക്ക് ഭരണസമിതി അംഗമായി മത്സരിക്കാനായിട്ടുള്ള അവകാശമില്ല, അവർക്ക് സാധാരണ എ ക്ലാസ് മെമ്പർമാർക്ക് നൽകുന്ന വായ്പകൾക്കൊന്നും അർഹതയുണ്ടായിരിക്കുകയില്ല. വളരെ പരിമിതമായ പ്രിവിലേജസ് മാത്രമാണ് നോമിനൽ മെമ്പേഴ്സ് ഉള്ളത്. 2017 നവംബർ 29 റിസർവ് ബാങ്ക് പൊതുജന സമക്ഷം ഒരു വിജ്ഞാപനം നടത്തിയുണ്ടായി. ആ വിജ്ഞാപനത്തിൽ പറയുന്നത്,
നോമിനൽ മെമ്പർമാരുടെ കയ്യിൽ നിന്ന് നിക്ഷേപം വാങ്ങുന്നത് പബ്ലിക് ഡെപ്പോസിറ്റിന് തുല്യമാണ്. അത് മെമ്പറുടെ നിക്ഷേപമായി പരിഗണിക്കാൻ പറ്റുകയില്ല. അതിങ്ങനൊരു വിജ്ഞാപനം 2017 നവംബറിൽ റിസർവ് ബാങ്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ നോമിനൽ മെമ്പർഷിപ്പിനുള്ള മെമ്പർമാർക്കുള്ള പ്രിവിലേജസ് വളരെ പരിമിതമാണ്. ഇതൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ എ ക്ലാസ് മെമ്പർഷിപ്പ് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ബാങ്കിങ് എന്ന് പറയുന്നത് പബ്ലിക് ഡെപ്പോസിറ്റ് വാങ്ങുക മാത്രമല്ല, ആ നിക്ഷേപം ചെക്കോ ഡ്രാഫ്റ്റോ പേ ഓർഡറോ ആയി പിൻവലിക്കാൻ അനുവദിക്കുന്നതുമാണ്. കാരണം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും കാർഷിക ഗ്രാമോത്സവ ബാങ്കുകൾക്കും പബ്ലിക് ഡെപ്പോസിറ്റ് വാങ്ങാൻ പാടില്ല എന്ന് മാത്രമല്ല, വാങ്ങുന്ന നിക്ഷേപം ഡിമാൻഡ് ഡെപ്പോസിറ്റാണ് എങ്കിൽ അത് ചെക്കായോ ഡ്രാഫ്റ്റായോ ഓർഡറായോ പിൻവലിക്കാൻ നിക്ഷേപകനെ അനുവദിക്കാനും പാടില്ല. അന്നേരം ബാങ്കിങ് പ്രവർത്തനം നടത്താതിരിക്കുക, ബാങ്ക് എന്ന വാക്ക് പേരിനോടൊപ്പം ഉപയോഗിക്കാതിരിക്കുക, ചെക്കിൻ്റെ ഡ്രോയായി പ്രവർത്തിക്കാതിരിക്കുക, ഈ 3 നിബന്ധനകൾ സാക്ഷാത്കരിക്കുകയാണ് എങ്കിൽ BR ആക്ടിൻ്റെ സെക്ഷൻ 3 പ്രകാരം BR ആക്ടിലെ വ്യവസ്ഥകളൊന്നും ഒരു പ്രാഥമിക കാർഷിക ഗ്രാമോത്സവ ബാങ്ക്, ഒരു കാർഷിക ഗ്രാമോത്സവ ബാങ്കിന്, ഒരു പ്രാഥമിക കാർഷിക വായ്പാ സംഘത്തിന് ബാധകമല്ല. അതിലൂടെ ഈ ബാങ്കിങ് നിയന്ത്രണ നിയമ ഭേദഗതിയിലൂടെ സഹകരണ സ്ഥാപനങ്ങളായ കാർഷിക വായ്പാ സംഘങ്ങൾക്കും കാർഷിക ഗ്രാമോത്സവ ബാങ്കുകൾക്കും വ്യക്തികളുടെ പബ്ലിക് ഡെപ്പോസിറ്റ് വാങ്ങാൻ സാധിക്കുകയില്ല, ബാങ്കിങ് പ്രവർത്തനം നടത്താൻ സാധിക്കുകയില്ല. ഇതാണ് പ്രധാനമായിട്ടും ഇതിലൂടെ സംഭവിക്കുക. ഇനിയിപ്പം BR ആക്ടിലെ 56-ാം വകുപ്പ് പ്രകാരം, ഭേദഗതി ചെയ്ത് 56-ാം വകുപ്പ് പ്രകാരം മറ്റൊരു അപകടം കൂടി പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്കുണ്ട്. അതായത് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ വാങ്ങുന്ന, അംഗങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഓഹരി പണം, ആ മെമ്പർഷിപ്പിന് വേണ്ടിയും വായ്പകൾക്ക് വേണ്ടിയും സംഘങ്ങൾക്ക് നൽകുന്ന ഓഹരി പണം നിയമവ്യവസ്ഥയനുസരിച്ച്, നിയമാവലി വ്യവസ്ഥയനുസരിച്ചും മടക്കി കൊടുക്കാൻ ബാധ്യസ്ഥമായതാണ്. 3 വർഷം കഴിഞ്ഞാൽ അംഗങ്ങൾക്ക് മടക്കി കൊടുക്കാം. വർഷ ആരംഭത്തിലെ മൊത്തം പിരിഞ്ഞു കിട്ടിയ ഓഹരി മൂലധന തുക എത്ര രൂപയുണ്ടോ ആ ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ 10% വരെ ഒരു വർഷം റിഡീം ചെയ്യാൻ മടക്കി കൊടുക്കാം. നിയമാവലിയിൽ ഇങ്ങനെ ഒരു നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണത്തിന് വിധേയമായി മടക്കി കൊടുക്കാൻ ബാധ്യസ്ഥമായ ഒന്നാണ് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ ഓഹരിപ്പണമെങ്കിൽ ആ ഓഹരിപ്പണം ജില്ലാ ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ജില്ലാ ബാങ്കുകൾക്ക് മൂലധന പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടി ഊഷ്മളമായ ഒരു സ്നേഹബന്ധം പ്രൈമറി ബാങ്കുകളും ജില്ലാ സഹകരണ ബാങ്കുകളും ഉണ്ടായിരുന്നൊരു സാഹചര്യത്തിൽ ജില്ലാ ബാങ്കിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സംഘങ്ങൾ അവർക്ക് വായ്പ എടുക്കുന്നതിന് ആവശ്യമായ ഓഹരി തുകയേക്കാൾ കൂടുതൽ ഓഹരി പണം ജില്ലാ ബാങ്കിൽ എടുത്തിട്ടുണ്ട്. എനിക്കറിയാം ചില സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ പിരിഞ്ഞു കിട്ടിയ ഓഹരി മൂലധന തുക 2 കോടി 2.5 കോടിയൊക്കെ ഉള്ളൂ എങ്കിൽ ആ പ്രാഥമിക കാർഷിക വായ്പാ സംഘം ജില്ലാ ബാങ്കിൽ എടുത്തിരുന്ന ഓഹരി 7 കോടി 8 കോടിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ 56-ാം വകുപ്പിൽ വന്നിരിക്കുന്ന ഭേദഗതി അനുസരിച്ച് ഒരംഗത്തിന്, ഒരു ഓഹരി എടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ആ ഓഹരി പണം തിരിച്ച് കിട്ടാൻ അർഹതയില്ല, അവകാശപ്പെടാനുള്ള അർഹത ഉണ്ടായിരിക്കുകയില്ല, ഇറഡീമബിൾ ആണ്. ഒരു സഹകരണ ബാങ്കിൻ്റെ ഓഹരി തുക കുറയ്ക്കണമെങ്കിൽ, അത് നിയന്ത്രിക്കണമെങ്കിൽ, അതിൽ കുറവ് വരുത്തണമെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടി. ഇത് വളരെ ഗൗരവമായൊരു വിഷയമാണ്. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ ഓഹരി ഒരംഗം 3 വർഷം കഴിഞ്ഞാൽ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥമാണ് എന്നിരിക്കെ ആ ഓഹരി പണം ഉപയോഗിച്ചുകൊണ്ട് ജില്ലാ സഹകരണ ബാങ്കിൽ എടുത്തിരുന്ന ഓഹരികൾ ഇപ്പോൾ കേരള ബാങ്കിൻ്റെ ഓഹരികളായി മാറിയിരിക്കുന്നു. അർബൻ ബാങ്കുകളും ജില്ലാ ബാങ്കുകളും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളും അവരുടെ ഓഹരി പണം കുറയ്ക്കാൻ പാടില്ല, അത് തിരികെ നൽകാൻ പാടില്ല എന്ന നിയമവ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ ഗൗരവമായ ഒരു ലിക്വിഡിറ്റി മിസ്മാച്ചാണ് ആസ്തി ബാധ്യതകളുടെ, പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ ആസ്തി ബാധ്യതകളുടെ പരിണിതിയിൽ വളരെ അപകടകരമായ ഒരു അസന്തുലിതാവസ്ഥയാണ് ഇതിലൂടെ സംജാതമാകുന്നത്. ഓഹരി
മെമ്പർമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഓഹരി കേരള ബാങ്കിൻ്റെ ഓഹരി എടുക്കാൻ വിനിയോഗിച്ചിരിക്കുന്നു. റിസർവ് BR ആക്ടിൽ ഇപ്പോൾ വ്യവസ്ഥ വന്നിരിക്കുന്നു, ആ ഓഹരി പണം തിരിച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ പ്രൈമറി സംഘങ്ങളുടെ അംഗങ്ങളുടെ ഓഹരി പണം സംഘം തിരിച്ചു നൽകും? അതിന് മൂലധനം ഉപയോഗിക്കേണ്ടി വരും. ആ മൂലധനം എന്ന് പറയുന്നത് സമയബന്ധിതമായി നിക്ഷേപകർക്ക് മടക്കി കൊടുക്കേണ്ട നിക്ഷേപത്തുകയായിരിക്കും, ഓഹരി മൂലധനമല്ല. ഓഹരി മൂലധനം എന്ന് പറയുന്നത് ദീർഘകാല ഉപയോഗത്തിന് ലഭിക്കുന്ന ബാഹ്യ ബാധ്യതയല്ലാത്ത അതിൻ്റെ ഉടമസ്ഥരുടെ സംഭാവനയാണ്. അത് ഉപയോഗിച്ചായിരിക്കില്ല മടക്കി കൊടുക്കേണ്ട സ്ഥിതി സംജാതമാകുന്നു. അംഗങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞാൽ പ്രൈമറി സംഘങ്ങൾ ഓഹരി മടക്കി കൊടുക്കുമ്പോൾ ആ ഓഹരി കേരള ബാങ്കിൽ എടുത്തിരിക്കുന്ന ഓഹരി മൂലധനത്തിൽ നിന്നും തിരിച്ചു കിട്ടാത്തൊരു ദുരവസ്ഥ സംജാതമാകുക എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. പ്രൈമറി സംഘങ്ങൾ 25% വരെ ഓഹരിക്ക് ലാഭവീതം നൽകുമ്പോൾ മൂലധന പര്യാപ്തത ബാധകമായ ജില്ലാ ബാങ്ക് അല്ലെങ്കിൽ സംസ്ഥാന സഹകരണ ബാങ്ക് അല്ലെങ്കിൽ അർബൻ ബാങ്ക് ഒരിക്കലും 25% ഡിവിഡൻഡ് നൽകുകയില്ല. അവരുടെ ലാഭം പരമാവധി അവർ ക്യാപിറ്റലൈസ് ചെയ്യും, സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളിലോട്ടോ ഫ്രീ റിസർവുകളിലോട്ടോ വകമാറ്റുകയാണ് ചെയ്യുന്നത്. അത് മൂലധന പര്യാപ്തതയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഡിവിഡൻഡ് എന്ന് പറയുന്ന ലാഭത്തിൽ നിന്നുള്ള ഒരു ഔട്ട്ഫ്ലോയാണ്, അതിനവർ സമ്മതിക്കുകയില്ല. അത് പരിമിതപ്പെടുത്തും. ഒരു 10%-ലധികം ഡിവിഡൻഡ് നൽകുകയില്ല. മറിച്ച് സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കുകൾ 25% ഡിവിഡൻഡ് കൊടുക്കുകയും ചെയ്യുന്നു. ഇതും ഒരു അപകടകരമായ ഒരവസ്ഥയാണ്. ഇതൊക്കെ നിയമ ഭേദഗതിയിലൂടെ സംജാതമായിരിക്കുന്ന പുതിയ സ്ഥിതിവിശേഷമാണ്. ഇത് നമ്മൾ അതിജീവിക്കണം. ഇത് കണ്ട് വെമ്പൽ കൊണ്ട് നിൽക്കുകയല്ല, പതിച്ച് നിൽക്കുകയല്ല വേണ്ടത്. നമ്മൾ ഇത് ഓവർകം ചെയ്യണം. എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? അതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് 2016 കേരള ഹൈക്കോടതിയിൽ വന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 7(1)(c) അമെൻഡ് ചെയ്യുക, നിയമത്തിൽ നിർത്തുകളയും. പ്രവർത്തന പരിധി A ക്ലാസ് മെമ്പർഷിപ്പ് ക്ലിപ്ത പ്രവർത്തന പരിധിക്കുള്ളിലുള്ള ആളുകൾക്ക് മാത്രമേ നൽകാവൂ എന്ന ആ നിയന്ത്രണം നീക്കം ചെയ്യുക. എവിടെ നിന്നുള്ള ആളായാലും ശരി അവർക്ക് മെമ്പർഷിപ്പ് നൽകാം. വൈദ്യാം കമ്മിറ്റി റിപ്പോർട്ടിൽ അതായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. മെമ്പർഷിപ്പിന് ഒരു പരിധി നിയന്ത്രണം ഉണ്ടാകാൻ പാടില്ല. എവിടെ നിന്നുള്ളവർക്ക് മെമ്പർഷിപ്പ് നൽകാം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ലാഭവീതം നൽകുന്നതിനുള്ള ആ 25% എന്നുള്ളതിൽ നമ്മൾ നിയന്ത്രണം വരുത്തുക. ഒരു ആക്റ്റീവ് ഡിവിഡൻഡ് പോളിസി ആയിരിക്കണം. കാലാകാലങ്ങളിൽ സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശ നിരക്ക് പരമാവധി എത്ര ശതമാനമുണ്ടോ ആ പരമാവധി പലിശ നിരക്കിൽ 2-3% കൂടുതലായി ഡിവിഡൻഡ് നൽകുക. പ്രാഥമിക കാർഷിക വായ്പാ സംഘം അവയുടെ പേരിനോടൊപ്പം ബാങ്ക് എന്ന പദം ഇനി ഉപയോഗിക്കാൻ പാടില്ല. ഈ 3-ാം വകുപ്പിലെ ഭേദഗതി എന്ന് പ്രാബല്യത്തിൽ വരുമോ അന്ന് മുതൽ പേരിനോടൊപ്പം ബാങ്ക് എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല. ആ ബാങ്ക് എന്ന പദം പേരിൽ നിന്നും നീക്കം ചെയ്യുന്നത് കൊണ്ട് വലിയ അപകടമുണ്ടാകുമെന്നുള്ള ഒരു കാഴ്ചപ്പാടൊന്നും എനിക്കില്ല. കാരണം ബാങ്ക് എന്ന വാക്ക് പേരിനോടൊപ്പം ഇല്ലാത്ത ചില മിസലേനിയസ് സൊസൈറ്റികൾ 500 കോടി 600 കോടി നിക്ഷേപമുള്ള സംഘങ്ങൾ കേരളത്തിലുണ്ട്. വനിതാ സംഘങ്ങൾ പേരിനോടൊപ്പം അവയുടെ പേരിനോടൊപ്പം ബാങ്ക് എന്ന പദമില്ല. 100 കോടിയൊക്കെ നിക്ഷേപമുള്ള വനിതാ സംഘങ്ങളുണ്ട്. പക്ഷേ പേരിനോടൊപ്പം ബാങ്ക് എന്ന പദം ഉണ്ടായിരുന്നിട്ടും 10 കോടി പോലും നിക്ഷേപമില്ലാത്ത സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കുകളും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ആ പേരിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ബാങ്ക് എന്ന പദം പേരിൽ നിന്നും നീക്കം ചെയ്താലും നമ്മുടെ നിക്ഷേപത്തെ കാര്യമായൊന്നും അത് ബാധിക്കാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, 7-ാം വകുപ്പിൽ BR ആക്ടിൻ്റെ പാർട്ട് 5-ലെ 7-ാം വകുപ്പിൽ ഒരു ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ആ 7-ാം വകുപ്പിൽ ബാങ്ക് എന്ന പദം നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർഷിക ഗ്രാമവികസന ബാങ്കുകളുടെ പരസ്പര താല്പര്യത്തിന് വേണ്ടി രൂപീകരിച്ചിരുന്ന സംഘങ്ങൾക്ക് ബാങ്ക് എന്ന പദം ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്നു നേരത്തെ. അതിപ്പോൾ ഈ ഓർഡിനൻസിലൂടെയും അതുപോലെ നിയമ ഭേദഗതിയിലൂടെയും നീക്കം ചെയ്തിരിക്കുക. അതോടൊപ്പം തന്നെ കാർഷിക ഗ്രാമവികസന ബാങ്കുകളുടെ ജീവനക്കാരുടെ താല്പര്യത്തിന് വേണ്ടി, ജീവനക്കാർക്ക് വേണ്ടി അവരുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കുന്ന സംഘങ്ങളുടെ പേരിനോടൊപ്പം ബാങ്ക് എന്ന പദം നേരത്തെ ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്നു. അതിപ്പോൾ നീക്കം ചെയ്തിരിക്കുക. ഇപ്പോൾ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് പേരിനോടൊപ്പം ബാങ്ക് എന്ന പദം ഉപയോഗിക്കാം. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് പറ്റില്ല. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്നു മുതൽ ഈ ഭേദഗതി വ്യവസ്ഥകൾ സംസ്ഥാന സഹകരണ ബാങ്കുകൾക്കും ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്കും കാർഷിക ഗ്രാമവികസന ബാങ്കുകൾക്കും ബാധകമാകുമോ അന്ന് മുതൽ സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കുകൾ ബാങ്ക് എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികൾ പേരിനോടൊപ്പം ബാങ്ക് എന്ന പദം ഉപയോഗിക്കാം.
പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവയുടെ പ്രൈമറി ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ബിസിനസ് ബാങ്കിങ് ആണ്. പബ്ലിക് ഡെപ്പോസിറ്റ് വാങ്ങി അത് വായ്പയായിട്ട് വിനിയോഗിക്കുകയാണ്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ അതല്ല. അംഗങ്ങൾക്ക് കാർഷിക ആവശ്യങ്ങൾക്കോ കാർഷിക അനുബന്ധ ആവശ്യങ്ങൾക്കോ വായ്പ നൽകുക എന്നതാണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്. നേരെ മറിച്ച് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബാങ്കിങ് ആണ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈ വെല്ലുവിളി നമ്മളൊരു സാധ്യതയായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കർമ്മ പദ്ധതി നമ്മൾ ആലോചിച്ച് തയ്യാറാക്കുക, നടപ്പാക്കുക. ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള ഒരു ഭയാശങ്കയൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം കാണുന്നില്ല.